നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സയൻസ് ആൻഡ് ടെക്നോളജി വിഭാഗത്തിൽ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഓർഗനൈസേഷൻസുമാണ്. ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗനൈസേഷൻ ദാറ്റ് വിൽ പ്രൊമോട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് ഡിഗ്രി ലെവൽ ബേസ്ഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ അതിനുള്ള എല്ലാ ക്ലാസ്സുകളും ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ടെലിഗ്രാമിലാണ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഇതിനു വേണ്ടി മാത്രമായിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ യൂണിയൻ ബജറ്റ് 2019 ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഒരു സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ 2019 ആ ഒരു വർഷം ഒന്ന് ഓർത്തിരിക്കണം, ഏത് ബജറ്റിലാണ് നമുക്ക് ഈ ഒരു സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായത് 2019. In 2017, we have moved to the 60th position in the 10th edition of Global Innovation Index. ഇപ്പോൾ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് അതിൻ്റെ 10ാമത്തെ എഡിഷനിൽ നമ്മുടെ സ്ഥാനം എത്രയായിരുന്നു? 60ാമത്തെ സ്ഥാനമായിരുന്നു. ഇനി നമുക്ക് ആദ്യം ഒരു 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പഠിക്കാം, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അടക്കം. അതിനുശേഷം പേരും ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസും പഠിക്കാം. ആദ്യത്തേത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO ആണ്. ISRO ഈ കാണിച്ചിരിക്കുന്ന PSLV C-27 ടേക്ക് ഓഫ് ആണ് കേട്ടോ, ഈ പിക്ചർ കാണിച്ചിരിക്കുന്നത്. ISRO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പായ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഇൻവോൾവ് ഇൻ എന്തൊക്കെ കാര്യത്തിലാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? റിസർച്ച് ആക്ടിവിറ്റീസ് റിലേറ്റിംഗ് ടു സ്പേസ്, റിമോട്ട് സെൻസിങ്, വെഹിക്കിൾ ലോഞ്ച് ഫെസിലിറ്റി ആൻഡ് സാറ്റലൈറ്റ്. റിസർച്ച് ആക്ടിവിറ്റി റിലേറ്റിംഗ് ടു സ്പേസ്, റിമോട്ട് സെൻസിങ്, വെഹിക്കിൾ ലോഞ്ച് ഫെസിലിറ്റി, അതുപോലെ സാറ്റലൈറ്റ്. ഇതിന് ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ, അറൗണ്ട് ദ കൺട്രി നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ അഥവാ VSSC അറ്റ് തിരുവനന്തപുരം. അതുപോലെ ലിയോസ് അറ്റ് ബാംഗ്ലൂരിലെ ലിയോസ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഫോർ ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റംസ്. ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അഥവാ CSIR ആണ്. CSIR, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. CSIR is currently the largest industrial R&D organization in the country. ഇന്ത്യയിലെ ഏറ്റവും വലിയ R&D ഓർഗനൈസേഷൻ, ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ R&D ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ CSIR ആണ്. ഇത് ഈ ഒരു ഓർഗനൈസേഷൻ ഈസ് ഇൻവോൾവ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ എ നമ്പർ ഓഫ് സയൻറ്റിഫിക് ഫീൽഡ്. ഏതൊക്കെ ഫീൽഡിലാണ് വരുന്നത്? എൻവയോൺമെൻറ്റ്, എയറോസ്പേസ്, ലൈഫ് സയൻസ്, പെട്രോളിയം, മെറ്റലർജി, ഫുഡ് ആസ് വെൽ ആസ് കെമിക്കൽസ്. ഇതിലൊക്കെ വരുന്നുണ്ട് CSIRൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? 1942 1942 CSIRന് ഇപ്പോൾ 39 ലബോറട്ടറീസ് ഉണ്ട് ഓൾ ഓവർ ദ കൺട്രി. 17,000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, 17,000-ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് ദ ഇയർ. ഇനി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള പോയിന്റ്സ് പഠിക്കാം. DRDO എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൻസ് സിസ്റ്റം അതുപോലെ മിലിറ്ററി ടെക്നോളജിയിൽ കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്നതാണ് DRDO. എവിടെയാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? DRDOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. നമ്മൾ ആദ്യം പഠിച്ച ISROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ. ഇനി ഇറ്റ് വർക്ക്സ് ഇൻ എ വെറൈറ്റി ഓഫ് ഏരിയാസ് റിലേറ്റഡ് ടു ഡിഫൻസ് ഇൻ ഇറ്റ്സ് 52 ലബോറട്ടറീസ്. ഇന്ത്യ മൊത്തം 52 ലാബുകൾ അല്ലെങ്കിൽ ലബോറട്ടറീസ് ആണ് DRDOക്ക് ഉള്ളത്. ഇനി ഈ പല ഏരിയാസ് എന്ന് പറഞ്ഞാൽ എയറോനോട്ടിക്സ്, ഏവിയോണിക്സ്, ഇലക്ട്രോണിക് വാർഫെയർ, കോംബാറ്റ് വെഹിക്കിൾ എഞ്ചിനീയറിംഗ്, നേവൽ ഡെവലപ്മെന്റ്, മിസൈൽ സിസ്റ്റംസ് എന്നിവയൊക്കെ ഉണ്ട്. ഇനി അടുത്തതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ICMR, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ. അപ്പോൾ മെഡിസിനിൻ്റെ കാര്യത്തിൽ ചോദിച്ചിട്ട് കഴിഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിൽ ആദ്യം വരുന്നത് ഏതായിരിക്കും? ICMR ആയിരിക്കും. ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണുള്ളത്? ഫോർ ദ സയൻറ്റിഫിക് ആൻഡ് മെഡിക്കൽ റിസർച്ച്. അതിനു വേണ്ടിയുള്ള ഫണ്ടിങ് ഒക്കെ കൊടുക്കുന്നത്, അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതും ഒക്കെ ICMR ആണ്. ഇൻ വേരിയസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ കൺട്രി. പല മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നടക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും അതിൻ്റെ മേൽനോട്ടവും നടത്തുന്നത് ആരാണ്? ICMR ആണ്. ഇനി ഏതൊക്കെ ഫീൽഡാണ് വരുന്നത് മെയിനായിട്ടെന്ന് വെച്ചാൽ റീപ്രൊഡക്റ്റീവ്, അതുപോലെ ചൈൽഡ് ഹെൽത്ത്, അടുത്തത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അടുത്തത് എപ്പിഡെമിയോളജി, പിന്നെ സ്റ്റെം സെൽ റിസർച്ച് ആൻഡ് ഹ്യൂമൻ ജെനറ്റിക്സ്. ഈ ഒരു ഫീൽഡിലൊക്കെയാണ് ICMR പ്രധാനമായിട്ടും റിസർച്ച് നടത്തുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് റിസർച്ചിന് വേണ്ടിയിട്ട്. അടുത്തതാണ് ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ അഥവാ ബാർക്ക്. ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ അഥവാ ബാർക്ക്. ബാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല ഏരിയാസിലുണ്ട്. പക്ഷേ ഈ ന്യൂക്ലിയർ സയൻസ്, അതുപോലെ കെമിക്കൽ ടെക്നോളജി, പിന്നെ എൻവയോൺമെൻറ്റ്, ബയോടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഹെൽത്ത്, ഫിസിക്കൽ സയൻസസ്, മെറ്റീരിയൽ സയൻസ്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയർ സയൻസ് ഒരു അഡീഷണൽ ആയിട്ട് ഓർത്തു വയ്ക്കുക. ബാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ് വരുന്നത്? ഭാഭ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ് ബാർക്ക് എന്ന് പറയുന്നത്. ഇനി വർക്ക് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ അണ്ടറാണ്. അതൊന്ന് ഓർത്തുകൊള്ളുക. അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ആണ്. മെയിൻ ഫോക്കസ് ന്യൂക്ലിയർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. മറ്റ് ഏരിയാസ് ഉണ്ട്, പക്ഷേ ന്യൂക്ലിയർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഫീൽഡ്. അടുത്തത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ICAR. ആ പേരിൽ തന്നെ അറിയാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതായത് അത് കോർഡിനേറ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, അതുപോലെ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ, അതെല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആണ്. ഓൾസോ ഇൻക്ലൂഡ്സ് ദ ഫീൽഡ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, അനിമൽ സയൻസസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൽ. ഇനി 100-ലധികം ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അതുപോലെ 70-ലധികം യൂണിവേഴ്സിറ്റീസ് അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത് നമ്മുടെ കൺട്രിയിലുണ്ട്. ഈ ICAR എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ അതിലൊക്കെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായത് അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിപ്ലവമാണ് അല്ലേ. അതായത് എന്താണ് ആ ഒരു വിപ്ലവം എന്ന് ഉദ്ദേശിച്ചാൽ ആ ഒരു ഡെവലപ്മെൻറ്റ് ഫേസ്, അതാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ICAR. അപ്പോൾ ഇറ്റ് എനേബിൾ ദ കൺട്രി ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഫുഡ് ഗ്രെയിൻ, ക്രോപ്പ്, മിൽക്ക്, ടു നെയിം എ ഫ്യൂ ബൈ ഡബിൾ ഡിജിറ്റ്സ് ഇൻ ദ ലാസ്റ്റ് 4 decades. അതായത് ആ ഒരു ഹയസ്റ്റ് ഇപ്പോൾ പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ, അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മൾ എത്താനായിട്ട് ഹെൽപ്പ് ചെയ്തു പല ഫുഡ് ഗ്രെയിനിൻ്റെ കാര്യത്തിലും. അടുത്തത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് അഥവാ TIFR. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് അല്ലെങ്കിൽ TIFR എന്താണ്? മുംബൈയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് അത് സ്ഥാപിച്ചത് 1945-ലാണ്. അത് ആരാണ് സ്ഥാപിച്ചത്? ഹോമി ജെ ഭാഭ ആണ്, വിത്ത് സപ്പോർട്ട് ഫ്രം JRD ടാറ്റ. ഇതും വർക്ക് ചെയ്യുന്നത് ഏതിൻ്റെ അണ്ടറാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ അണ്ടറാണ് വരുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. ഇത് ഏത് ഏരിയാസിലാണ് റിസർച്ച് നടത്തുന്നത്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സയൻസ് എഡ്യൂക്കേഷൻ. ടു വർക്ക്സ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി ആൻഡ് കണ്ടക്ട് ദ റിസർച്ച് ഇൻ ദ ഏരിയാസ് ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സയൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിന് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ച് ഉണ്ട്. ഇനി അടുത്തതാണ് നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ അഥവാ NIF. നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ ഇത് സ്ഥാപിച്ചത് 2000-ലാണ് ഇൻ ഗുജറാത്ത്. എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? അതായത് ഇന്നോവേഷൻസ്, പുതിയ നൂതന ആശയങ്ങൾ കൊണ്ടുവരാൻ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ വന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഗ്രീൻ സൊല്യൂഷൻസ്, ഫാർമേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറേ ഗ്രീൻ സൊല്യൂഷൻസ്, ആർട്ടിസൻസിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് തൊഴിലാളികൾ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അവർ പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടി അവരുടെ ഗ്രോത്തിന് വേണ്ടി സഹായിക്കുന്ന രീതിയിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, അതാണ് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തത്. ഇനി
ഇതുപോലെ 3,10,000 അത്രയും വരെ ടെക്നോളജിക്കൽ ഐഡിയാസ് ഇന്നോവേഷൻസും പ്രാക്ടീസസും ഒക്കെ അവർക്ക് ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഹെർബൽ മെഡിസിൻസ്, ട്രൈബൽ ഏരിയാസ്, അതുപോലെ ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റി, ലോക്കൽ ഡെവലപ്ഡ് ടൂൾ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുവാണ് ഇംപ്രൂവ്ഡ് ക്രോപ്പ് വെറൈറ്റി അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത് നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഇന്നോവേറ്റീവായിട്ട് ചെയ്യുക, സാധാരണ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുക, ഫാർമേഴ്സിനെയും ആർട്ടിസാൻസിനെയും ഒക്കെ. ഇനി അടുത്തത് നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NRDC, നാഷണൽ റിസർച്ച് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ NRDC. അപ്പോൾ അത് എന്തിൻ്റെ അണ്ടറാണ് വരുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ അണ്ടറാണ് വരുന്നത്. 1953 ഇത് നിലവിൽ വന്നത്. NRDC നിലവിൽ വന്നത് 1953. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊമോട്ട്, ഡെവലപ്പ് ആൻഡ് കൊമേഴ്ഷ്യലൈസ് ദിസ് ടെക്നോളജീസ്. ആ ഒരു വ്യാവസായിക ആവശ്യത്തിലേക്കുള്ള രീതിയിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക ടെക്നോളജീസിനെ. അപ്പോൾ ഇൻവെൻഷൻസ്, പേറ്റൻറ്റ്, അതൊക്കെ ഈ ഒരു കാര്യത്തിലാണ് വരുന്നത്. അതായത് ഈ ഒരു NRDCയുടെ അണ്ടറാണ് വരുന്നത്. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ ജീനോമിക്സ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ ജീനോമിക്സ്. അപ്പോൾ ഇങ്ങനെ 10 നമ്മൾ പ്രധാനപ്പെട്ടത് പഠിക്കുന്നുണ്ട് പല ഏരിയാസിലായിട്ട് കേട്ടോ. അപ്പോൾ NIBMG. അപ്പോൾ ഇത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ ജീനോമിക്സ്. ഇത് ഇന്ത്യയുടെ ഫസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെഡിക്കേറ്റഡ് ടു റിസർച്ച് ഇൻ ദ ജീനോമിക് മെഡിസിൻ. ഇപ്പോൾ ജീൻ റിലേറ്റഡ് ആയിട്ടുള്ള, ജനിതക റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ വിഭാഗത്തിലുള്ള ഫസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ ജീനോമിക്സ്. ഓക്കെ, ഇത് സ്ഥാപിച്ചത് എന്നാണ്? 2009 അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഏതായിരിക്കും? ബയോടെക്നോളജി ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിൽ വളരെയധികം പുരോഗതികൾ ഈ ഒരു ബയോമെഡിക്കൽ ജീനോമിക്സിൽ കൊണ്ടുവരാനായിട്ട് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ ജീനോമിക്സിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ സീക്വൻസിങ് ദ ഡേറ്റ ജനറേഷൻ സീക്വൻസ് ചെയ്യുന്നതിലൊക്കെ വളരെ അസൂയാവഹമായ അല്ലെങ്കിൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്ന ഒരു റിസൾട്ടൊക്കെയാണ് അവർ കൊണ്ടുവന്നത് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കമ്പയർഡ് ടു അതർ കൺട്രീസ്. ഇനി നമുക്ക് കുറച്ച് DSTയുടെ അണ്ടർ വരുന്ന, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്ന കുറച്ച് ഓട്ടോണമസ് ആയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കാം. ഒന്ന് അഖാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണ് അഖാർക്കർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്? പൂനെ. ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസ് എവിടെയാണ്? നൈനിറ്റാളിലാണ്. ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ ബോട്ടണി ലക്നൌവിലാണ്. ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. സെൻറ്റർ ഫോർ നാനോ ആൻഡ് സോഫ്റ്റ് മാറ്റർ സയൻസ് ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ മാഗ്നറ്റിസം മുംബൈ. ഇന്റർനാഷണൽ അഡ്വാൻസ്ഡ് റിസർച്ച് സെൻറ്റർ ഫോർ പൗഡർ മെറ്റലർജി ആൻഡ് ന്യൂ മെറ്റീരിയൽ ഹൈദരാബാദ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി മൊഹാലി. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ദ സയൻസ് കൊൽക്കത്ത. നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ ഉണ്ട്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു NIF. ദെൻ ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് റിസർച്ച് ബാംഗ്ലൂർ. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ബാംഗ്ലൂർ. SN ബോസ് നാഷണൽ സെൻറ്റർ ഫോർ ബേസിക് സയൻസ് കൊൽക്കത്ത. ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എവിടെയാണ്? ട്രിവാൻഡ്രം. ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഗുവാഹത്തിയിലാണ്. ടെക്നോളജി ഇൻഫോർമേഷൻ ഫോർകാസ്റ്റിംഗ് അസംബ്ലി കൗൺസിലുണ്ട്. TIFAC എന്ന് കേട്ടാൽ അതാണ്. ഇനി എന്താണ് നെക്ടർ? നോർത്ത് ഈസ്റ്റ് സെൻറ്റർ ഫോർ ടെക്നോളജി ആപ്ലിക്കേഷൻ ആൻഡ് റിസർച്ച്. വാദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി ഡെറാഡൂൺ. വിജ്ഞാൻ പ്രസാർ ന്യൂഡൽഹി. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട സെൻറ്റേഴ്സാണ്. ഈ വീഡിയോ എന്തായാലും ഒരു തവണ കേട്ട് പഠിച്ചതിന് ശേഷം ഷോർട്ടായിട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ലൈക്സും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് ഉറപ്പായിട്ടും അറിയിക്കുക. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിച്ചാലാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാകും. താങ്ക് യു.